ഹായ് കൂട്ടുകാരെ, കുട്ടി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് അലസനായ കരടിയുടെയും ബുദ്ധിമാനായ മുയലിന്റെയും കഥയാണ്. പണ്ടൊരിടത്തൊരു കാട്ടിൽ മിടുമിടുക്കനായ ഒരു മുയൽ താമസിച്ചിരുന്നു. പേര് ചീക്കു. അതിസുന്ദരമായ ഒരു മാളത്തിലായിരുന്നു അവന്റെ താമസം. പഴങ്ങളും പച്ചക്കറികളും നിറഞ്ഞ തന്റെ സുന്ദരമായ കൃഷിത്തോട്ടം ചീക്കു എന്നും പരിപാലിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അപ്രതീക്ഷിതമായി അത് സംഭവിച്ചു. പാലുക്കരടി തേനും കുടിച്ചാ വഴി ആടിപ്പാടി വരികയായിരുന്നു. അശ്രദ്ധയുള്ള അവൻ അലസനുമായിരുന്നു. ഹായ്, നല്ല തേനിന്റെ മണം വരുന്നുണ്ടല്ലോ. വിശപ്പ് കൂടുന്നു. തേൻ തിരയുന്നതിനിടയിൽ ചീക്കുവിന്റെ വീടും പച്ചക്കറികളും പൂന്തോട്ടവും എല്ലാം അവൻ ചവിട്ടി നശിപ്പിച്ചു. ഇവിടെ തേനൊന്നും കാണുന്നില്ലല്ലോ. ഇതേതോ കുഞ്ഞുമുയലിന്റെ മാളമാണെന്ന് തോന്നുന്നു. വേറെ എവിടെങ്കിലും പോയി തിരക്കാം. തിരികെ വീട്ടിലെത്തിയ ചീക്കു ഞെട്ടിപ്പോയി. ഞാൻ ഇത്ര നാള് കഷ്ടപ്പെട്ടതൊക്കെ നശിച്ചിരിക്കുന്നു. അവൻ ചിന്തിച്ചു, എങ്ങനെ ബാലുവിനിത് ചെയ്യാൻ തോന്നി? ഞാനൊരു ചെറിയ മുയലായതുകൊണ്ടല്ലേ? അവനെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ വേണം. ചീക്കു തീരുമാനിച്ചു. അപ്പോഴാണ് അവനൊരു ബുദ്ധി തോന്നിയത്. പണ്ട് പഠിച്ചതെല്ലാം ഓർത്തെടുത്ത് അവനൊരു ഗംഭീര പദ്ധതി എഴുതിയുണ്ടാക്കി. നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി വേഷം മാറിയ ചീക്കു തന്റെ പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങി. ഇതൊന്നും അറിയാതെ പതിവ് പോലെ ബാലു ആടിയാടി നടന്നു വരികയായിരുന്നു. ബാലു, വനദേവത നിന്നോട് കോപിച്ചിരിക്കുന്നു. ആരാ? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നീ ഒരു പാവ മുയലിന്റെ വീട് നശിപ്പിച്ചിരിക്കുന്നു. ഈ കാട്ടിൽ എല്ലാ ജീവികളും തുല്യരാണ്. നീ തകർത്തത് നീ തന്നെ ശരിയാക്കണം, അല്ലെങ്കിൽ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അയ്യോ, ഞാൻ ആരെ മനഃപൂർവ്വം ദ്രോഹിച്ചിട്ടില്ല. ദയവായി ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരൂ. ചീക്കുവിന്റെ മാളവും കൃഷിയിടവും പഴയതുപോലെയാക്കി കൊടുക്കുക. ചീക്കുവിനോട് മാപ്പ് അപേക്ഷിക്കുക, എന്നാലേ ഞാൻ നിന്നോട് ക്ഷമിക്കുകയുള്ളൂ. പിറ്റേന്ന് തന്നെ ബാലു വനദേവത പറഞ്ഞതനുസരിച്ച് പണി ആരംഭിച്ചു. ചീക്കു ഒളിഞ്ഞിരുന്ന് ചിരിക്കുമായിരുന്നു. എല്ലാ പണികളും ബാലു ഭംഗിയായി ചെയ്തു തീർത്തു. ചിക്കു, ഞാൻ എല്ലാം പഴയതുപോലെ ശരിയാക്കിയിട്ടുണ്ട്. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. നീ എന്നോട് ക്ഷമിക്കില്ലേ? ഓ ബാലു, നീ എല്ലാം തന്നെ ഭംഗിയായി ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെ ബുദ്ധിമാനായ മുയൽ അശ്രദ്ധനായ കരടിയെ ഒരു പാഠം പഠിപ്പിച്ചു. ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചത് കൂട്ടുകാരെ? ധൈര്യത്തോടെയും വിവേകത്തോടെയും പ്രവർത്തിച്ചാൽ എല്ലാ വെല്ലുവിളികളും പരിഹരിക്കാൻ കഴിയും. ഒരാൾ ബുദ്ധിമാനും ധൈര്യശാലിയുമാകുന്നത് വെല്ലുവിളികളെ നേരിടുമ്പോഴാണ്. കഥ ഇഷ്ടമായോ കൂട്ടുകാരെ? ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.